മലപ്പുറം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായത് വിപ്ലവകരമായ മാറ്റമാണ്. ശോച്യാവസ്ഥയിലായിരുന്ന സ്റ്റേഷനുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ നിന്ന് PR ഹരികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ 6 അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ഡിവിഷനിൽ 4 റെയിൽവേ സ്റ്റേഷനുകൾ, ഇതിൽ മലപ്പുറം ജില്ലയിൽ 3 റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പ്രധാന സ്റ്റേഷനായ തിരൂരിന് പുറമെ നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. മൊത്തം ജില്ലയിൽ 57 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ അമൃത ഭാരത് സ്റ്റേഷനുകൾ വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വികസനത്തെ നോക്കിക്കാണുന്നത്? ചരിത്രത്തിലില്ലാത്ത ഒരു വികസനമാണ്. ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. അത് നമ്മുടെ മലപ്പുറത്തിനും ഒരു MLA യോ MPയോ ഇല്ലാത്തതോടുകൂടി ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും വലിയ ഒരു എന്താ പറയുക സമ്മാനം തന്നെയാണ് നരേന്ദ്രമോദി മലപ്പുറം ജില്ലയ്ക്കും പ്രത്യേകിച്ച് ഈ തിരൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകൾ നൽകിയിട്ടുള്ളത്. അത് വലിയ കുതിച്ചുചാട്ടം നമ്മുടെ വികസന രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3 വർഷം കൊണ്ട് എത്ര വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഈ സ്റ്റേഷനുകളിൽ വന്നു? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇവിടുത്തെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ലിഫ്റ്റ്, എസ്കലേറ്റർ, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ, വിസിറ്റേഴ്സിനുള്ള റൂം, റെസ്റ്റ് റൂം എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടാണ് തിരൂർ സ്റ്റേഷനെ നവീകരിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. മാത്രമല്ല ഈ തിരൂരിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റെല്ലാ രീതിയിലുള്ള ആളുകളുടെ യാത്രാ സൗകര്യത്തിനൊക്കെ നല്ല ഗുണകരമാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വികസന കാര്യങ്ങൾ നടന്നു. ഇനി ഒരുപാട് വികസനങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ അങ്ങനത്തെ ഒരു വികസനം ഈ രാജ്യത്ത് സംജാതമാവുള്ളൂ. തീർച്ചയായും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇനിയും വികസനം വേണം, അല്ലെങ്കിൽ വികസനം അനിവാര്യമാണ് എന്നാണ് യാത്രക്കാരടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 വർഷത്തിനിടെ തിരൂർ സ്റ്റേഷനിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഷനായി തിരൂർ സ്റ്റേഷൻ മാറിക്കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ മലപ്പുറത്തെ 5 സ്റ്റേഷനുകൾ, ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ വികസിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ റെയിൽവേ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചാണ് ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാവരും മടങ്ങിയിട്ടുള്ളത്. തിരൂരിലെ അമൃത് ഭാരത് സ്റ്റേഷനിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.